നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്നുമല്ല, എനിക്ക് കാര്യമായിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടില്ലായിരുന്നു. 5, 6 തീയതികളിൽ ഇത് ഞാനൊരു ജസ്റ്റ് മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ്, കോൾ ചാർട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 5, 6 തീയതികളിൽ പ്രൈസ് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു സെല്ലേഴ്സ് ശക്തമായ ഒരു ഏരിയയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് സോണിൽ അല്ലെങ്കിൽ സപ്ലൈ സോണിൽ. ഇപ്പൊ ഈ 5, 6 തീയതികളിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ട്രേഡ് എടുക്കാതിരിക്കുന്നതും നല്ലൊരു ട്രേഡിംഗ് മെത്തേഡാണ്. ട്രേഡ് എടുക്കാതിരുന്നത് നമ്മളുടെ ക്യാപിറ്റൽ സേഫ് ആണ്. നമ്മുടെ കഴിഞ്ഞ തലേ ദിവസം കിട്ടിയ പ്രോഫിറ്റ് അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. പ്രോഫിറ്റ് ഒന്നും പോകുന്നില്ല. ട്രേഡ് എടുക്കാതിരിക്കുന്നതും എന്തുകൊണ്ട് നല്ലൊരു ട്രേഡാണ്. നമ്മളുടെ റിസ്കിനനുസരിച്ച് ഉള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയില്ലെങ്കിൽ അന്ന് ദിവസം ട്രേഡ് ഇല്ല. അതാണ് നല്ലൊരു ട്രേഡറിന്റെ ലക്ഷണം. ഓക്കെ, അപ്പൊ എന്റെ ഒരു സ്റ്റൈലും എന്റെ ഒരു സ്ട്രാറ്റജിയും എനിക്ക് എടുക്കാൻ പറ്റുന്ന റിസ്കിനനുസരിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ 5-ാം തീയതി അതേപോലെ തന്നെ 6-ാം തീയതി നമ്മൾ മോർണിംഗിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി കോൾ സൈഡിലായിരുന്നു വ്യൂ ഉണ്ടായിരുന്നത്. വ്യൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബയേഴ്സ് ശക്തമായ ചാർട്ടാണ്. അതെന്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആഴ്ച വ്യൂ ചാർട്ടായിട്ട് ഞാൻ കോളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കോളിലാണ് ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നിരന്തരമായി PDHകൾ ബ്രേക്ക് ചെയ്ത് ബയേഴ്സ് സ്ട്രോങ് കാണിച്ചത് കോൾ സൈഡിലായിരുന്നു. അതേസമയം പുട്ടിലാണെങ്കിൽ നിരന്തരമായി PDയിൽ താഴോട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ 5-ാം തീയതി മാർക്കറ്റ് ഇവിടെ PDH ജസ്റ്റ് ബ്രേക്ക് ചെയ്തുവെങ്കിലും, അതായത് തൊട്ട് തലേ ദിവസം 4-ാം തീയതിയിലത്തെ PDH നിന്നിരുന്ന ഇതാണ്. ആ PDH ബ്രേക്ക് ചെയ്തുവെങ്കിലും ബ്രേക്ക് ചെയ്ത് ഇത് ചെന്ന് കയറി കൊടുത്തേക്കുന്ന ഒരു സപ്ലൈ സോണിലാണ്. ഞാൻ ഈ റെഡ് ലൈൻ 2 മാർക്ക് ചെയ്തേക്കുന്നത് ഒരു സപ്ലൈ സോൺ റീജിയൻ ആണ്. നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ജൂലൈ 15, അതേപോലെ ജൂലൈ 17 ഒക്കെ എന്താണ് മാർക്കറ്റ് താഴോട്ട് വീണ ഒരു ഏരിയ ആണ്. മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ട് വീണ ഒരു റിജക്ഷൻ ഏരിയ ആണ്. ഈ ഒരു ഡൗൺഫാൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആ ഒരു സെല്ലേഴ്സ് ശക്തമായ ഏരിയയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സെല്ലേഴ്സ്, ഇവിടെ ഉണ്ടായിരുന്ന സെല്ലേഴ്സ് ഇവിടെയും ആക്റ്റീവ് ആകും. അപ്പൊ നമുക്കൊരു ട്രേഡിംഗ് സിഗ്നൽ അവിടെ കിട്ടിയാലും നമുക്കൊരു നിശ്ചിതമായ പോയിന്റ്, ഒരു 5-ഓ 10-ഓ പോയിന്റ് ഒക്കെ എടുത്ത് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. ഈ 5-ഓ 10-ഓ പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് സത്യത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത പ്രോഫിറ്റ് റിസ്ക് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ട്രേഡ് എടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് കിട്ടുമ്പോൾ നമുക്ക് ലോട്ട് കൂട്ടി നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുത്തുകൂടെ? അപ്പൊ ഒരു നിശ്ചിതമായ പോയിന്റ് നമുക്ക് ഉറപ്പില്ല. കാര്യം എപ്പോ വേണമെങ്കിലും ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആകും. നമുക്ക് വലിയ ഉറപ്പില്ല. മേ ബി പ്രോഫിറ്റ് കൊടുത്തേക്കാം, പക്ഷെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ട്രേഡിൽ എന്തിന് തലേദിവസം കിട്ടിയ പ്രോഫിറ്റും നമ്മുടെ ക്യാപിറ്റലൊക്കെ റിസ്ക് വെച്ച് ട്രേഡ് എടുക്കാം എന്നാണ് എന്റെ ചോദ്യം. ക്വാളിറ്റി ഉള്ള നല്ലൊരു ട്രേഡ് കിട്ടുമ്പോൾ എടുക്കാം എന്ന ഉദ്ദേശത്തില് ഞാൻ ഈ ഒരു സോണിൽ നിന്ന് ട്രേഡ് എനിക്ക് സിഗ്നൽ കിട്ടിയതും ഞാൻ ഒഴിവാക്കിയത്. അതേപോലെ തന്നെയാണ് 6-ാം തീയതി സംഭവിച്ചത്. കാര്യം ഇവിടെ നിൽക്കുന്നത് ഒരു സപ്ലൈ സോണിലാണ്. ചെറിയ പോയിന്റുകളൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, പക്ഷെ അത് വേണ്ട എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ സപ്ലൈ സോൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങനെ ആ ഏരിയയിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ലോങ് വ്യൂവില് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ അപ് ട്രെൻഡ് വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ അപ് ട്രെൻഡ് ഉണ്ടാക്കാൻ കാരണമായ അതിന്റെ എന്താണ് ഒരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇവിടേക്കല്ലേ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോ സ്വാഭാവികമായി ഉറപ്പായി ഈ ഹയർ ലോസ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ PD. ഇപ്പൊ ഈ ഒരു കേസ് തന്നെ നോക്കുക. ഈ ഹയർ ലോ അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന PDH മുകളിലോട്ട് ബ്രേക്ക് ആയത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സ് ആണ് ശക്തി പ്രാപിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സെല്ലേഴ്സിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ തോൽപ്പിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സ് നിസ്സാരക്കാരാണോ? അപ്പൊ ആ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രേഡ് എടുത്തൂടെ? ചിലര് എന്താണ് ലോങ് ടൈം ഫ്രെയിമിലിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബിങ്, അങ്ങനെ കുറെ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞ് വലിയ രീതിയിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും ശക്തമായ ബയേഴ്സ് ഉണ്ട്. ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്തുകൂടെ? ഇനി നമുക്ക് എന്താണ് ചെറിയ ടൈം ഫ്രെയിമിലിട്ട് നമുക്ക് നോക്കാം. ഇത് എത്രയാണ്? ഈ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നത് August 4 അല്ലെ.
അപ്പം അവിടേക്ക് നമുക്കൊരു റേഞ്ച് വരച്ച് നോക്കാം. അപ്പം എൻ്റെ ഒരു രീതി അനുസരിച്ച് ഓഗസ്റ്റ് 4-ാം തീയതി ഈ ഒരു റേഞ്ചാണ് മുകളിലേക്ക് ഇത്രയും ശക്തമായിട്ട് ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ കൊണ്ടുപോയി തലേ ദിവസം PDH ബ്രേക്ക് ചെയ്തത്. ആ ഒരു PDH ബ്രേക്ക് ചെയ്ത ആക്ച്വൽ ബയേഴ്സ് നിൽക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്. അപ്പൊ അന്നത്തെ ദിവസം ഞാനിവിടെ ആയിരുന്നു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് ഈ ഒരു വിക്ക് അടിച്ചു. പക്ഷെ ആ ഒരു വിക്ക് 3:16 അടിച്ചത്. എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാൻ എപ്പോഴും ഒരു 230 വരെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ഈ 230 കഴിഞ്ഞുള്ള ട്രേഡുകളൊന്നും ഞാൻ കഴിവതും നോക്കാറില്ല. കാര്യം 230 കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും മാർക്കറ്റിൽ ട്രാപ്പിങ്ങും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള മൊമെന്റവും ഒന്നും നടക്കാറില്ല. നിങ്ങളൊരു ചിന്തിച്ചാൽ മതി, നമ്മളൊരു മാർക്കറ്റിലൊരു പോകുമ്പോൾ സാധാരണ പൊതുവെ നമ്മളൊരു മീൻചത്തിലോട്ടൊക്കെ പോകുമ്പോൾ രാവിലെയാണ് നല്ല നല്ല സാധനങ്ങളും ഒക്കെ കിട്ടുന്നത്. നല്ല ഒരുപാട് കച്ചവടം നടക്കുന്നത് രാവിലേക്കാണ്. പിന്നെ ഇങ്ങോട്ട് പോകുന്തോറും കച്ചവടത്തിന്റെ ആ ഒരു വോളിയം കുറഞ്ഞു വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു 2:30 കഴിയുമ്പോഴത്തേക്ക് 3 മണി കഴിയുമ്പോൾ മാർക്കറ്റിന്റെ എൻഡ് ടൈമിലോട്ട് എടുത്തു അപ്പോഴത്തേക്ക് പിന്നെ നമ്മളുണ്ടാകുന്ന വോളിയം കുറഞ്ഞു വരും. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് ഒന്നും കിട്ടാറില്ല. പലപ്പോഴും ട്രാപ്പിംഗ് നടക്കാറുണ്ട്. അപ്പം ഈ ഒരു ലൊക്കേഷനിലോട്ട് വന്നത് 2:30 3:15 ഞാൻ 2:30 വരെ ഉണ്ടാവും. അതിനുശേഷമുള്ള ട്രേഡുകൾ ഞാൻ നോക്കാറില്ല. അപ്പൊ അതിന് മുന്നേ എനിക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ട്രേഡ് ഒഴിവാക്കി. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഈ ഒരു ലെവല്. കാര്യം ഈ ഒരു ലെവലാണ് മുകളിലോട്ട് എന്താണ് PDH ബ്രേക്ക് ചെയ്തത്. അപ്പൊ ആ ഒരു ലെവലിൽ ഒരു റേഞ്ച് വരയ്ക്കുക. നമ്മളുടെ റിസ്ക് അനുസരിച്ച് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പം ഏറ്റവും അതിന്റെ സിംഗിലോ അതായത് ഈ റേഞ്ച് ഏറ്റവും അവസാനം വന്ന് ബയേഴ്സ് സ്റ്റോപ്പായി സെല്ലേഴ്സ് സ്റ്റോപ്പ് ആയതിനു ശേഷം ബയേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് അല്ലെ. നമുക്ക് ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് ആ ലോയ്ക്ക് താഴെയാണ്. ചില മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ലോയും വന്ന് ട്രാപ്പ് ചെയ്തിട്ട് പോകുന്ന മാർക്കറ്റ് കണ്ടീഷനും ഉണ്ട്. കഴിഞ്ഞൊരു മാസമൊക്കെ മാർക്കറ്റ് വളരെ മോശം കണ്ടീഷനിലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിംഗിളുള്ള കണ്ടുപിടിച്ചാൽ അത് ട്രാപ്പ് ചെയ്തിട്ട് കയറി പോകുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു ഇപ്പൊ മാർക്കറ്റ് അത്യാവശ്യം ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ഒരു സിംഗിളോ കൺസിഡർ ചെയ്യുക. നമ്മുടെ റിസ്ക് അനുസരിച്ച് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതിന്റെ ഏറ്റവും താഴത്തെ ലോ എന്ന് പറയുന്നത് 92.35 ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നൊരു 10 പോയിന്റ് നിങ്ങൾക്ക് SL കൊടുക്കാനുണ്ടെങ്കിൽ 10 പോയിന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടാർജറ്റും പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും ടാർജറ്റ് എപ്പോഴും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സേഫ് ആയിട്ടൊരു 10 പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയാണ് 92 ഞാൻ ഒരു 102 അല്ലെങ്കിൽ ഒരു 102 ഞാൻ എൻട്രി എടുക്കാൻ നോക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ പലതവണ വന്ന് മാർക്കറ്റ് എന്താണ് പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു റേഞ്ചിൽ പലതവണ വന്ന് ഇവിടെ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ അപ്പോൾ അതാണ് ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 98 102 വരെയൊക്കെ എന്താണ് നമുക്ക് എൻട്രി കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്താണ് 96 നിന്ന് 106 വരെ നമുക്ക് കയറി നിൽക്കാം 10 പോയിന്റ് വരെ. അപ്പൊ ഇതേപോലുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാം. നമുക്ക് നോക്കാം അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ എൻട്രി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അന്നത്തെ ദിവസം നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വിക്ക് വന്നെങ്കിലും ഈ ഒരു ക്യാൻഡിൽ താഴോട്ട് വന്നെങ്കിലും നമ്മളുടെ ഒരു എൻട്രിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 5-ാം തീയതി നല്ലൊരു ട്രേഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെയാണ് രാവിലെ മോർണിംഗിൽ പ്രൈസ് വന്ന് സ്റ്റോപ്പ് ആയത്. മാർക്കറ്റ് മോർണിംഗിൽ ഒരു പ്രൈസ് വന്ന് സ്റ്റോപ്പായി, മാർക്കറ്റ് ഇവിടെ വന്ന് സ്റ്റോപ്പായി, എന്നിട്ട് പുതിയൊരു ഹൈ വെച്ചു അല്ലെ. ഹൈ വെച്ചതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷെ ഞാൻ ആ ട്രേഡ് ഒഴിവാക്കിയത് എന്താണ്, ഇത് ചെന്ന് കയറി കൊടുത്തത് ഒരു സപ്ലൈ സോണിലോട്ടാണ്. ഇപ്പൊ വേണമെങ്കിലും ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആകാം അല്ലെ. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം എടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് ഇവിടെ ഞാൻ ഒഴിവാക്കി. അപ്പൊ എന്റെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് അവിടെ വീഴുകയും ചെയ്തു അല്ലെ. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ട്രേഡ് ഒഴിവാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ ട്രേഡ് ഉണ്ടായിരുന്ന എന്റെ ഒരു പ്രോപ്പർ ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു. എനിക്ക് അവിടെ ട്രേഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദിവസവും ട്രേഡ് എടുത്തില്ല. പിറ്റേ ദിവസവും അതേപോലെ തന്നെയാണ്. പിറ്റേ ദിവസത്തെ PDH എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഏരിയ ആണ് അല്ലെ. മാർക്കറ്റ് മുകളിലോട്ട് എന്താണ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ കാരണമായ അവസാനത്തെ ഒരു വയർ നിൽക്കുന്ന ലൊക്കേഷൻ ഇതാണ് അല്ലെ. അവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാം. പക്ഷെ ഞാൻ ആ ട്രേഡും ഒഴിവാക്കി. കാര്യം ആ ട്രേഡിൽ ആ ഒരു ലൊക്കേഷൻ എന്താണ് പലതവണ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പക്ഷെ ഞാൻ ആ ഒരു ട്രേഡ് ഒഴിവാക്കി. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റിൽ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റ് സത്യത്തിൽ നല്ലൊരു മൊമെന്റം മുകളിലോട്ട് വേണമെങ്കിൽ ഈ സപ്ലൈ സോൺ മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ലെവൽ ഞാൻ കൺസിഡർ ചെയ്തേനെ ട്രേഡ് എടുക്കാനായിട്ട് അല്ലെ.
ഇത് ബ്രേക്ക്ഔട്ട് നടത്തുന്നതുമില്ല, ആ ഒരു ഏരിയയിൽ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ക്വാളിറ്റി ട്രേഡ് എന്നുള്ള രീതിയിൽ അവിടെ ട്രേഡിങ് ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 ദിവസവും എനിക്ക് നല്ല രീതിയിൽ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ്. പിറ്റേ ദിവസം ഓപ്പണിങ്ങിൽ മാർക്കറ്റ് എന്താണ് ഇവിടെ ജസ്റ്റ് ഈ ഒരു റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓപ്പണിങ്ങിൽ ഒരു നല്ലൊരു ക്യാൻഡിൽ വന്ന് മുകളിലോട്ട് പ്രോഫിറ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഈ ഓപ്പണിങ്ങിൽ വന്ന് എടുക്കുന്ന ക്യാൻഡിലുകളിൽ നമുക്ക് പലപ്പോഴും ട്രേഡ് എടുക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ഉദ്ദേശിച്ച പ്രൈസിലും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളൊരു റേഞ്ചിൽ നമ്മൾ ഓൾറെഡി ഒരു ബയേഴ്സ് നിൽക്കുന്ന ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്താണ് ഒരു ലിമിറ്റ് ഓർഡർ പ്ലാൻ ചെയ്ത് നമ്മുടെ റിസ്ക് എത്രയാണെന്ന് നേരത്തെ പ്രീ ഡിഫൈൻഡ് ചെയ്ത് അതേപോലെ ടാർഗറ്റും ഡിഫൈൻ ചെയ്ത് നമുക്ക് ഓൾറെഡി സമാധാനമായിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം അല്ലെ. അതല്ലാതെ മാർക്കറ്റിങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ക്യാൻഡിൽ കണ്ടു, ആ ഒരു ക്യാൻഡിലിന്റെ മൊമെന്റത്തിൽ ഈ ഒരു ക്യാൻഡിലെ മൊമെന്റത്തിലൊക്കെ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ ചാടി എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റിസ്ക് ചിലപ്പം നമ്മൾക്ക് കിട്ടുന്ന നമ്മളിപ്പോ ഒരു 90 എൻട്രി എടുത്തിട്ട് ഒരു 80 78 ഒക്കെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമ്മളുടെ പ്ലാൻ. റിസ്ക് ഒരു 10 to 12 പോയിന്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു റിസ്ക് എന്താണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഈ മാർക്കറ്റ് പ്രൈസിൽ കയറുമ്പോഴത്തേക്ക് എൻട്രി 90 എന്നുള്ളത് ചിലപ്പം 95 പോകും. അപ്പൊ നമ്മുടെ റിസ്ക് കൂടിയില്ലേ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടിയില്ലേ. അതാണ് അവിടെ പ്രശ്നം. അതേസമയം നമ്മളിങ്ങനെ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കുന്നു. ഓൾറെഡി നമ്മുടെ റിസ്ക് ഇത്രയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയാൽ ആ ഒരു 10 to 12 പോയിന്റ്സ് SL പോകുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല മാർക്കറ്റിൽ. കിട്ടുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ടാർഗറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ് 7-ാം തീയതി എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ലെവൽ വന്നു. അവിടെ അത്യാവശ്യം പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഞാൻ എന്താണ് 100 രൂപ എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്നതിന് ശേഷം എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10 പോയിന്റ് അല്ലെങ്കിൽ 12 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ അതിന് താഴെ ആ ഒരു സിംഗിലോ എന്ന് പറയുന്ന റേഞ്ചാണ്, ആ റേഞ്ചിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. നമുക്ക് അവിടെ നിന്ന് എന്താണ് 20 പോയിന്റ് അടുപ്പിച്ച് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, മാർക്കറ്റ് അവേഴ്സ് കഴിയാറായിരുന്നു. എത്ര മണിയായപ്പോഴാണ് വന്നത്? ഏകദേശം 2 മണി. നമുക്കൊരു മാക്സിമം 2:30 വരെയൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു 2 മണി ആയപ്പോൾ ഒരു മൊമെന്റത്തിന്റെ കുറവുണ്ടല്ലേ. സാധാരണ ഇങ്ങനെയുള്ള ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ ടാർഗറ്റ് അടിക്കും. ഇത് 2 മണിയായിട്ട് വന്നു. എത്ര മണിക്ക് ടാർഗറ്റ്? 2:07 ആയപ്പോൾ വന്നു. ടാർഗറ്റ് അടിക്കാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണി. ഏകദേശം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് അടുപ്പിച്ച് എന്താണ് സമയം എടുത്തു നമുക്ക് ആ ഒരു 14 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ് 14 പോയിന്റ് 15 പോയിന്റ് ഒക്കെ ടാർഗറ്റ് അടിക്കാനായിട്ട്. അതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു 2-2:30 കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റിലുണ്ടാകുന്ന വോളിയം, ട്രേഡിങ്ങിന്റെ വോളിയം കുറയും, അതിനനുസരിച്ച് മൊമെന്റം കുറയും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ആക്ച്വൽ ആയിട്ടുള്ള ഒരു ബയേഴ്സ് ഉണ്ടായിരുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരുന്നു ഒരു ബയേഴ്സ് ആക്റ്റീവ് ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുകളിലോട്ട് പോയി ഒരു ഹൈ വെച്ചിട്ട് തിരിച്ച് അവിടെ വന്നിരുന്നെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ട്രേഡ് നമുക്ക് കിട്ടി. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? ഇതെപ്പോ വേണമെങ്കിലും ഇവിടെ എന്താണ് സെല്ലേഴ്സ് ആക്റ്റീവ് ആകാം. ആ ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആയത് എന്താണ് വെള്ളിയാഴ്ച ദിവസമാണ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ആക്റ്റീവ് ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ വെയിറ്റ് ചെയ്തതെന്ന് ട്രേഡ് പ്ലാൻ ചെയ്തു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട്